അപ്പോൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ രാജ്യത്ത് പരിഷ്കരിച്ച GST നിരക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെ വില കുറയുന്നതിന്റെ ആശ്വാസത്തിലാണ് പൊതുജനം. പുതിയ പരിഷ്കാരങ്ങൾ സാധാരണക്കാരന് മേലുള്ള നികുതി ഭാരം കുറയ്ക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ നികുതി വരുമാനത്തിൽ 9,000 കോടി രൂപയുടെ കുറവ് ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. GST ഘടനയിലെ പുതിയ പരിഷ്കാരങ്ങൾ വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. നിത്യോപയോഗ സാധനങ്ങളുടെയും കാറുകളുടെയും അടക്കം വിലക്കുറവ് സാധാരണക്കാർക്കും മധ്യവർഗത്തിനും ഗുണപ്രദമാകും. 1 ടണ്ണിന്റെ AC ഇന്നലെ വരെ MRP 64,990 അതിപ്പോ ഇന്ന് കസ്റ്റമറിന് വന്നേക്കുന്നത് 59,990. അപ്പൊ എന്തായാലും അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് നമുക്ക് കാണും. നേരത്തെ 4,30,000 വിറ്റുകൊണ്ടിരുന്ന കേട്ടൻ ഇപ്പം 2,91,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. സ്വിഫ്റ്റിന് 80,000 രൂപ വരെ കുറഞ്ഞു. ഇപ്പൊ സ്വിഫ്റ്റിന് 5,85,000 എന്നുള്ള റേറ്റിലേക്ക് സ്വിഫ്റ്റ് മാറി. GST നിരക്കുകളിൽ കൊണ്ടുവന്ന മാറ്റം വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുകയാണ് കേന്ദ്രം. വിലക്കുറവിന്റെ മഹോത്സവത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ സമ്പാദ്യം കൂട്ടാൻ സഹായിക്കുന്നതാണ് പുതിയ മാറ്റങ്ങളെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. എന്നാൽ പരിഷ്കരണം നികുതി വരുമാനത്തിൽ കുറവുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനങ്ങളുടെ വരുമാന നഷ്ടം നികത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. നികുതിയാകുമ്പോൾ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കണം. അപ്പോൾ സർചാർജും സെസ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് പങ്കുവയ്ക്കാൻ തയ്യാറാകണം. അതുപോലെ നികുതിയുടെ വീതം വയ്ക്കലിന്റെ ശതമാനം 60% സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മാറ്റിവെക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമാണ് ഇതിന്റെ ഭാഗമായ ഒരു ഫെഡറൽ സംവിധാനം എന്നതിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. വിലക്കുറവ് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന GST വകുപ്പിന് ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നികുതി കുറയുമ്പോഴും ഉൽപാദകർ വില കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ ചെറുകിട വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. 21-ാം തീയതി വരെയുള്ള സ്റ്റോക്ക് നമ്മൾ പുതിയതായി രജിസ്റ്റർ സൂക്ഷിക്കുകയും 22 മുതൽ ആ സ്റ്റോക്ക് രജിസ്റ്റർ വീണ്ടും മാറ്റുകയും ചെയ്യുന്നു. 16,000-7,000 ഐറ്റംസ് എങ്കിലും ഈ മാറ്റം വന്നവയിലുണ്ടാവും. അപ്പോൾ ഈ മാറ്റം വന്നവ ഐഡന്റിഫൈ ചെയ്ത് ഇതിന് നികുതി പരിഷ്കാരങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കുണ്ടാകുന്ന സമയം, ആ സമയം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രതിസന്ധി റീറ്റെയിൽ വ്യാപാര മേഖലയിലുണ്ടാവും. 2017 ജൂലൈയിൽ നിലവിൽ വന്ന GSTയിൽ സമൂലമായ ഘടനാമാറ്റമാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 4 സ്ലാബുകളുണ്ടായിരുന്ന GST 5-18 സ്ലാബുകളായി ചുരുക്കി. ലോട്ടറി, ആരോഗ്യത്തിന് ഹാനികരമായ പാൻ മസാല, സിഗരറ്റ്, ബീഡി, ആഡംബര വാഹനങ്ങൾക്കെല്ലാം വില കൂടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.